സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, സർവേയിങ്ങിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഈസ് മീൻ ബൈ സർവേയിങ് ആൻഡ് ഓൾ അല്ലേ. സോ വാട്ട് ഈസ് സർവേയിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വാട്ട് ഈസ് മീൻ ബൈ സർവേയിങ് എന്തായിരുന്നു? സർവേയിങ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. സർവേയിങ്ങിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ഡെഫിനേഷൻ ഓഫ് സർവേയിങ്? സർവേയിങ് ഈസ് എൻ ആർട്ട് അല്ലേ. സർവേയിങ് ഈസ് എൻ ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് the relative position of points on the earth surface or beneath the earth surface by means of linear, angular and elevation measurement. Okay, so the definition of surveying എന്ന് പറയുന്നത്, so simple ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, സർവേയിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് അല്ലെങ്കിൽ അതൊരു ഡിറ്റർമിനേഷൻ ആണ് ഓഫ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റിന്റെ റിലേറ്റീവ് പൊസിഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഗ്രാഫിൽ ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യില്ല, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എർത്തിൽ ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റണം. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ആക്കി ചെയ്യാൻ പറ്റണം ബൈ മീൻസ് ഓഫ് എന്തൊക്കെ വെച്ചിട്ടാണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലീനിയർ മെഷർമെന്റ്, ആംഗുലർ മെഷർമെന്റ് ആൻഡ് ഹൈറ്റ്. ക്ലിയർ അല്ലേ? ആൻഡ് ഹൈറ്റ്. ഓക്കെ, സോ അതായത് നിങ്ങൾ ശ്രദ്ധിക്കാട്ടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിനെ കുറിച്ചിട്ട്. സോ ഇത് നമുക്കൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം എവിടെയെങ്കിലും ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം. ഗ്രൗണ്ടിലായിക്കോട്ടെ, ഇതായിക്കോട്ടെ. സോ ദർ ഇസ് എ ഹിൽ, ഒരു ഇപ്പോൾ ഒരാളുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു മലയാണ്, ഒരു മല പോലെ വിചാരിക്കുക. അങ്ങനെയെങ്കിലും ഒരു ഒരു സർഫസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഫിക്സ് ചെയ്യണം. വി നീഡ് ടു ഫിക്സ് എ പോയിന്റ്. സോ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് അവർ പോയിന്റ്, വി നെയിം ഇറ്റ് ആസ് എൻ എ. ഓക്കെ, ആ പോയിന്റ് എ. അപ്പോൾ നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ നമ്മളത് ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ കറക്റ്റ് നമുക്ക് ആ പോയിന്റ് അവിടെ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആ പോയിന്റ് അവിടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ആള് പറയാണ് എന്താ 5 മീറ്റർ അകലെ എന്ന് പറയാണ്. നിങ്ങളോട് ഒരാൾ പറയാണ് ഒരു പോയിന്റ് ഫിക്സ് ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയാണ് ഡിസ്റ്റൻസ് മാത്രം നിങ്ങൾ പറയുന്നുള്ളൂ, 5 മീറ്റർ അകലെയാണെന്ന് പറയാണ്. മനസ്സിലായോ? അവിടെ ഡയറക്ഷൻ പറയുന്നില്ല. 5 മീറ്റർ അകലെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഡയറക്ഷനിലും അല്ലെ, ആളുടെ ഫ്രണ്ടിലാവാം, റൈറ്റിലാവാം, ലെഫ്റ്റിലാവാം, ബാക്കിലാവാം. അപ്പൊ അവിടെ ഡിസ്റ്റൻസിനോണ്ട് മാത്രം അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. മനസ്സിലായോ? ഡിസ്റ്റൻസ് മാത്രം എന്നുള്ളൊരു ഇതിന് അവിടെ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. സോ നമുക്ക് എന്ത് പറയണം, അവിടെ ഡയറക്ഷൻ പറയണം. അല്ല എന്റെ ഫ്രണ്ടിലാണ്, അല്ലെങ്കിൽ എന്റെ റൈറ്റിലാണ്, എന്റെ ബാക്കിലാണ്, എന്റെ സൈഡിലാണ്, അല്ലെങ്കിൽ ഇത്ര ആംഗിളാണ്, 30 ഡിഗ്രിയിലാണ് നടക്കുന്നത്, 50 ഡിഗ്രിയിലാണ് നടക്കുന്നത്. സോ നമ്മൾ എപ്പോഴും എന്ത് വേണം, വി നീഡ് ടു സേ ദ ഡയറക്ഷൻ ആൾസോ. അപ്പൊ ഡയറക്ഷൻ കിട്ടുമ്പോ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല, അപ്പൊ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ ഭാഗത്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ ഫ്രണ്ടിലാണ് അല്ലെങ്കിൽ 30 ഡിഗ്രിയിലാണെന്ന് പറയുമ്പോൾ വി ഗോട്ട് ദ ഡയറക്ഷൻ. അപ്പൊ ഏകദേശം ശരിയാവാറായി. ഇനി എന്ത് വേണം, അതിന്റെ എലവേഷൻ വേണം. എലവേഷൻ ആണെങ്കിൽ ഏത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിടക്കണതെന്ന് വേണം. മനസ്സിലായോ? ഏത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പൊ ഏത് വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ വേണം, എന്ത് വേണം, നമുക്ക് ഇതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ് അറിയണ്ടേ. അപ്പൊ അതാണ് പറയുന്നത് എലവേഷൻ. അപ്പൊ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? അവിടുത്തെ ഡിസ്റ്റൻസ് വേണം, ആംഗുലർ മെഷർമെന്റ് വേണം, അതുപോലെ തന്നെ അവിടുത്തെ ഹൈറ്റ് വേണം, അല്ലെങ്കിൽ സിംപിളി വി കോൾഡ് ഇറ്റ് ആസ് ആൻ എലവേഷൻ. ഓക്കെ, ഈ മൂന്നും നമുക്ക് വേണം. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സർവേയിങ്? ക്ലിയർ ആയോ ഡെഫിനേഷൻ ഓഫ് സർവേയിങ്? ക്ലിയർ? സർവേയിങ് ഡെഫിനിഷൻ
ഹലോ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സർവേയിങ്ങിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? സർവേയിങ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ തന്നെ ഒരു വിങ് ആണ് വരുന്നത്. ഓക്കെ, സോ അത് ആ ഡെഫിനിഷൻ സേസ് ദാറ്റ് നമ്മളൊരു പോയിന്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഓൺ ദാറ്റ് സർഫസ് ബൈ മീൻസ് ഓഫ് മൂന്ന് തിങ്സ്. ഏതാ? ഡിസ്റ്റൻസ്, അതുപോലെ ആംഗുലർ മെഷർമെന്റ്, ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? എലവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡെഫിനിഷൻ. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേ. സർവേയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് സർവേ? സർവേയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഓർ മാപ്പ് പ്രിപ്പയർ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലാൻ ഓർ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ് തന്നെയാണ്, അല്ലെങ്കിൽ അതാണ് മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഇതിന്റെ സർവേയിങ്ങിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മെയിൻ യൂസ് ഓഫ് സർവേയിങ് ഈസ് ടു പ്രിപ്പയർ മാപ്പ് ഓർ പ്ലാൻ. സോ ഈ മാപ്പും പ്ലാനും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സോ നമ്മൾ ഒരുപാട് മാപ്പ്, ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ടുണ്ട്, പാകിസ്ഥാന്റെ മാപ്പ് കണ്ടിട്ടുണ്ട്, അമേരിക്കയുടെ മാപ്പ് കണ്ടിട്ടുണ്ട്, ചൈനയുടെ മാപ്പ് കണ്ടിട്ടുണ്ട്. സോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ ഓക്കെ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കൊരു മാപ്പ് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കൊല്ലങ്ങളോളം വർക്ക് ചെയ്യണം ഒരു മാപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സോ ഓക്കെ, ഇതാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മാപ്പ്, ഡിസ്ട്രിക്ട് മാപ്പ്, സ്റ്റേറ്റ് മാപ്പ്, അങ്ങനെ എല്ലാ മാപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ, വി ക്യാൻ സീ ദ മുനിസിപ്പാലിറ്റി മാപ്പ്. ഓക്കെ, നമ്മൾ കേരളത്തിന്റെ ഒരു മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഒരിക്കലും. അങ്ങനെ ഓരോ ഇതൊരു ഇപ്പൊ ഒരു മുനിസിപ്പാലിറ്റി സർവേ കണ്ടക്ട് ചെയ്ത് അതൊക്കെ കൂട്ടി യോജിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കേരളത്തിന്റെ മാപ്പും ഇന്ത്യയുടെ മാപ്പും ലോകത്തിന്റെ മാപ്പും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. സോ ഓക്കെ, സോ ദ പ്രിലിമിനറി ഫംഗ്ഷൻ അല്ലെങ്കിൽ ദ മെയിൻ ഒബ്ജക്റ്റീവ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സർവേ ഈസ് ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്. ക്ലിയർ അല്ലേ? പ്ലാനോ മാപ്പോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, സർവേയിങ് ഉള്ളത്. ടു പ്രിപ്പയർ ദ പ്ലാൻ ഓർ മാപ്പ് ഇൻ എ സൂട്ടബിൾ സ്കെയിൽ. ക്ലിയർ അല്ലേ? ഇൻ എ സൂട്ടബിൾ സ്കെയിൽ, ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിലിൽ ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സർവേയിങ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, വാട്ട് ഇസ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞാൽ ടു പ്രിപ്പയർ ദ പ്ലാൻ ഓർ മാപ്പ്. ഓക്കെ, സോ നമ്മുടെ വീടിന്റെ, നമുക്കിപ്പോൾ 5 സെന്റ് സ്ഥലമുണ്ട്, 10 സെന്റ് സ്ഥലമുണ്ട്, 1 ഏക്കർ സ്ഥലമൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ പറയില്ലേ, 5 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഓരോ പ്ലോട്ട് ഉണ്ടാവും. നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലം ചിലപ്പോൾ 5 സെന്റ് ആയിരിക്കാം, 10 സെന്റ് ആയിരിക്കാം, 15 സെന്റ് ആയിരിക്കാം. ഓക്കെ, സോ ആ സ്ഥലമൊക്കെ അളക്കണ്ടേ? അളന്ന് അതിന്റെ ഒരു സ്കെച്ച് ഒക്കെ വരയ്ക്കും. നമ്മൾ ഈ പഞ്ചായത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് സ്കെച്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം ഇതിൽ. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആധാരത്തിന്റെ കൂടെ സ്കെച്ച്, ഈ സ്കെച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്യണം എന്താ, സർവേ ചെയ്തിട്ടാണ്. അത് ലാൻഡ് ഏരിയ മെഷർ ചെയ്യണം എന്താ, സർവേ ചെയ്തിട്ടാണ്. അതുപോലെ വേറൊരു മാപ്പ് ഉണ്ട്, നിങ്ങൾ കേട്ടണമെന്ന് അറിയില്ല, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയും. അതായത് നമ്മുടെ എർത്തിലെ ഓരോ പോയിന്റിന്റെയും ഹൈറ്റും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാപ്പിൽ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? ടോപ്പോഗ്രഫി, അതിനാണ് നമ്മൾ പറയാ കോൾഡ് ആസ് എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ഓക്കെ, that is known as the topographical map. So this is the objective of survey, to prepare the plan or map in a suitable scale. So that is the only objective of survey. അത് മാത്രമേ ഉള്ളൂ സർവേയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ. സോ ഓക്കെ,
Okay, this is an objective of surveying. The objective of survey is to prepare a map or plan to show the relative position of the object on the earth surface. Okay, the map or plan is drawn to suitable scale. It also shows the boundaries of districts, states, and country too. It also includes the details of different engineering features such as buildings, roads, railway, dams, canal, etc. So this is the objective of survey. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാപ്പോ പ്ലാനോ ഉണ്ടാക്കുക, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് സർവേ. ഓക്കെ, നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്ത് നിങ്ങൾ ആ മാപ്പ് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും അല്ലെ. ഒരുപാട് ബിൽഡിങ്സ് നമുക്ക് അതിൽ കാണാം, അല്ലെങ്കിൽ റോഡ്സ് കാണാം, ബ്രിഡ്ജസ് കാണാം, റിവർ കാണാം, ഡാംസ് കാണാം, ഫോറസ്റ്റ് ഏരിയ കാണാം. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് പറയുന്നത്, ഈ പ്ലാനിൽ അല്ലെങ്കിൽ മാപ്പിൽ ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. റോഡ്, റെയിൽവേ നെറ്റ്വർക്ക്, ഓക്കെ, കനാൽ നെറ്റ്വർക്ക്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ സർവേ ആ മാപ്പിൽ കാണണം. ഓക്കെ, സോ ദാറ്റ് ഈസ് കണ്ടില്ല, ഇതൊക്കെ ഒരു മാപ്പും പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. കണ്ടോ, ഇതിപ്പോ ഒരു ടൗണിന്റെ കംപ്ലീറ്റ് മാപ്പാണത്. അതുകൊണ്ടല്ലേ റോഡ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. റോഡ്, റെയിൽവേ, അതുപോലെ ബിൽഡിങ്സ്, ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് സർവേയിങ്. സോ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ തന്നെയാണ് ഒബ്ജക്റ്റീവ്, അത് തന്നെയാണ് യൂസ്. അതൊന്നുകൂടി അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നതാണ്. ഓക്കെ ഓക്കെ, ദ ഫസ്റ്റ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് വിച്ച് ഷോസ് ദ ഹിൽ, വാലി, റിവർ, ഫോറസ്റ്റ്, വില്ലേജ്, ടൗൺ, എക്സെട്ര. നേരത്തെ പറഞ്ഞു തന്നെ ഒന്നും കൂടി ഒരു വിശദീകരിച്ച് പറയാണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഉണ്ടാക്കാം. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ഏരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടൊരു വരയ്ക്കുക. മനസ്സിലായോ? ലാൻഡ് ഏരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. നിങ്ങളൊരു ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഗൂഗിൾ എർത്ത് എടുക്കുക, കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഗൂഗിൾ എർത്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ എർത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ് കാണാൻ പറ്റുക. അതായത് ആ മൗണ്ടനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും, മലയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് to prepare the cadastral map which shows the boundaries of field, plot, house and other property. Cadastral map എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ വരയ്ക്കുന്ന മാപ്പിനാണ് പറയുന്നത് cadastral map. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. To prepare an engineering map which shows the position of engineering work such as building, road, railway, dams and canal. ഓക്കെ, അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് മാപ്പ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് കാണും. റോഡ്, റെയിൽവേ, അതുപോലെ ഡാം, അങ്ങനെയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. സോ ആസ് വി ടോൾഡ് ഇറ്റ് ഓൺ ദ ഒബ്ജക്റ്റീവ് പറയുന്നതിന് അന്ന് ഒരു സെന്റൻസ് ആക്കി ഇങ്ങനെയാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ നോക്കാം. ദിസ് ഈസ് എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. അത് ഓരോ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാലും അതുപോലെ ഓരോ മുനിസിപ്പാലിറ്റിയിൽ പോയി കഴിഞ്ഞാലും അവിടെ ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല, കാര്യമായിട്ട് നമുക്കതിന്റെ ആവശ്യമില്ല. സോ ഇപ്പൊ ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പില് നിങ്ങൾക്ക് അറിയാൻ പറയണത് ഇപ്പൊ ഇങ്ങനെയല്ലേ കാണുന്നത്, ഇങ്ങനെ വട്ടം 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 പോലെ. സോ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹില്ലിനെയാണ്. മനസ്സിലായോ? ഓക്കെ, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹില്ലിനെയാണ്. അപ്പോൾ ഓരോ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് കണ്ടാലും ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത ഒരാൾക്കാണെങ്കിൽ ആ ലാൻഡ് ഏരിയ കറക്റ്റ് ആയിട്ട് അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് മലയാണോ, കുന്നാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഇത് കിടക്കുന്നത്, ഘടന. ഓക്കെ, ഭൂമിയുടെ ഒരു ഘടന എങ്ങനെയാണ് കിടക്കണേന്ന് ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് എ സെഡസ്ട്രിയൽ മാപ്പ്. സെഡസ്ട്രിയൽ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗണിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിലൊക്കെ വരയ്ക്കുന്നത് ഓരോ പ്ലോട്ടും അതുപോലെ ലാൻഡ് ഏരിയയും അതുപോലെ ബൗണ്ടറീസ് ഒക്കെ കാണിച്ച് വരയ്ക്കുന്ന ഒരു മാപ്പാണ് സെഡസ്ട്രിയൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എഞ്ചിനീയറിംഗ് മാപ്പ്. എഞ്ചിനീയറിംഗ് മാപ്പിലാണ് നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലൊക്കെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത്. റോഡ്, റെയിൽവേ, ഇങ്ങനത്തെ ഒക്കെ നെറ്റ്വർക്കിന് വരയ്ക്കുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഞ്ചിനീയറിംഗ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആവശ്യമില്ല. ഈ സർവേ തന്നെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ കുറിച്ച് റഫായിട്ട് നിങ്ങൾ അറിഞ്ഞു. സർവേയിങ് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് സർവേ ചെയ്യുമല്ലോ,
ഫസ്റ്റ് ഈസ് പ്ലെയിൻ സർവേയിങ് ആൻഡ് സെക്കൻഡ് ഈസ് ജിയോഡറ്റിക് സർവേയിങ്. പ്ലെയിൻ സർവേയിങ് ആൻഡ് ജിയോഡറ്റിക് സർവേയിങ്. പ്ലെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ എർത്ത് സർഫസ്, അത് നമ്മൾ ഭൂമി പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. നമുക്കറിയാം ഭൂമി ഉരുണ്ടതാണ് അല്ലെ, നമ്മളൊക്കെ ഈ ഭൂമി നിങ്ങൾ എർത്ത് കണ്ടിട്ടുള്ളതാണ്, ഗ്ലോബൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഏകദേശം അതേ ഷേപ്പ് തന്നെയാണ് നമ്മുടെ എർത്തിനുള്ളത്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ആ എർത്തിന്റെ സർഫസിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം കറക്റ്റ് റൗണ്ടിലല്ല നിൽക്കുന്നത്, മനസ്സിലായോ? അതായത് ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത്, നോർമൽ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എർത്ത് സർഫസ് പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യാം. പ്ലെയിൻ സർഫസ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എർത്ത് സർഫസ് നമ്മൾ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, പ്ലെയിൻ സർഫസ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സർവേ ചെയ്യാം. സോ ദാറ്റ് അങ്ങനെ ചെയ്യുന്ന സർവേനാണ് നമ്മൾ പറയുന്നത് എന്താ, പ്ലെയിൻ സർവേയിങ്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് നോൺ ആസ് പ്ലെയിൻ സർവേയിങ്. അത് ഏരിയ കുറവാകുമ്പോൾ, ഏരിയ കുറവെന്ന് പറഞ്ഞാൽ അത്ര കുറവൊന്നുമല്ല, 250 കിലോമീറ്റർ സ്ക്വയറിന്റെ ഉള്ളിലാണ് ഏരിയ എങ്കിൽ, ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ട ഏരിയ ഉള്ളത് 250 കിലോമീറ്റർ സ്ക്വയറിന്റെ അകത്താണെങ്കിൽ നമ്മൾ പ്ലെയിൻ സർവേയിങ്ങിന് ചെയ്യാം. 250 കിലോമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വന്നു, അത്യാവശ്യം ഏരിയ വരും. ഓക്കെ. ആൻഡ് ജിയോളജിക് സർവേ എന്ന് പറഞ്ഞാൽ എർത്തിന് ഒരു കർവേച്ചർ ഉണ്ട് അല്ലെ, എർത്തിനൊരു കർവേച്ചർ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കർവേച്ചർ ഓക്കെ, ആ കർവേച്ചർ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്ന സർവേയിങ്ങിനാണ് നമ്മൾ എന്ത് പറയാ, കോൾഡ് ആസ് ജിയോഡറ്റിക് സർവേ. ഓക്കെ, പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേ എന്തെന്നൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പ്ലെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ എർത്തിന് എന്താ പ്ലെയിൻ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന സർവേയിങ്ങിനാണ് എന്ത് പറയാ, കോൾഡ് ആസ് പ്ലെയിൻ സർവേയിങ്. എർത്തിന് കർവേച്ചർ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ കോൾഡ് ആസ് ജിയോഡറ്റിക് സർവേയിങ്. കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ഇതിലേക്കൊക്കെ വരും. സോ അതൊന്നും നമുക്ക് വേണ്ട. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. നമുക്ക് എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രിൻസിപ്പിൾ വേണം വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അല്ലെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് വേണം, അല്ലാതെ വെറുതെ ഇരുന്ന് സർവേ ചെയ്യുന്നത് ഇതല്ല. വി ഹാവ് സം പ്രിൻസിപ്പിൾ. സോ ദർ ആർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. 2 പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. അപ്പൊ ഈ 2 പ്രിൻസിപ്പിളിന്റെ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേയിങ് ചെയ്യുന്നത്. ദർ ആർ 2 principles of surveying. Are 2 principles based on we are doing a survey. So the first principle is working from whole to part. Working from whole to part. So first principle എന്താ പറയണെന്ന് പറഞ്ഞാൽ working from whole to part. അതിന്റെ മീനിങ് എന്താ? വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സർവേ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ we are doing the survey from whole to part. So what it represent? അതായത് ശ്രദ്ധിക്കണം, അതായത് നമ്മളൊരു സർവേ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഏരിയ, ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഇതാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഒരു ഏകദേശം ഒരു പ്ലോട്ടിന്റെ ഏരിയ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. പല ഷേപ്പ് ആയിരിക്കും, ചിലപ്പോൾ റെക്ടാംഗിൾ ആയിരിക്കും, സ്ക്വയർ ആയിരിക്കും, ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ളൊരു ഷേപ്പ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ലാൻഡ് ഏരിയ, നമ്മുടെ വീട്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഓക്കെ, പക്ഷെ നമുക്ക് ഇത് എന്ത് ചെയ്യണം, വി നീഡ് ടു സർവേ ഇറ്റ്, നമുക്ക് സർവേ ചെയ്യണം. സോ ആസ് പെർ ദ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ദേ ആർ സെയിങ് ദാറ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് വർക്കിംഗ് ഫ്രം വോൾ ടു പാർട്ട്. വോൾ മൊത്തത്തിൽ നിന്ന് പാർട്ട്. അപ്പൊ നമുക്ക് നമ്മള് എന്താ ബേസിക് സിവിലിന്റെ വർക്ക്ഷോപ്പ് നമ്മൾ എടുത്തിരുന്നു. അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, ഇതിന് ട്രയാങ്കുലേഷൻ മെത്തേഡ്, അതായത് ഇതിന് എന്ത് ചെയ്യണം, ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഇതിനെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഏരിയ മെഷർ ചെയ്യണമെങ്കിൽ ഇതിനെ ട്രയാങ്കിൾ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഏരിയ നമ്മൾ മെഷർ ചെയ്യുക. ഇതിനെ ഡിവൈഡ് ചെയ്യും അല്ലെ, പല പല ട്രയാങ്കിൾസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ, ദാറ്റ് വി ഓൾസോ സേ. സോ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്, സോ അതായത് പറഞ്ഞത് വെച്ചാൽ ഔട്ടർ ബൗണ്ടറീസ്, ഇതൊക്കെ അല്ലേ ഔട്ടർ ബൗണ്ടറീസ് എന്ന് പറയുന്ന. ഈ ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ ഹൈ ആക്യുറസിയിൽ അല്ലെ ഹൈ പ്രിസൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം.
ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. മനസ്സിലായോ? ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. നമ്മൾ അതിന് വീടിന്റെ ബൗണ്ടറി നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ദെൻ അതിനുള്ളിൽ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ, ഇത് വലിയ പ്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യണം. ഇതിപ്പോ ഒരു വലിയൊരു പ്ലോട്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു വലിയ പ്ലോട്ട് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. കേട്ടോ, ഇതിപ്പോ ഒരു വലിയ പ്ലോട്ട് ആണെങ്കിൽ ഇത്ര അധികം ട്രയാങ്കിൾസിൽ ഉണ്ടാവും. മനസ്സിലായോ? ഇത്ര അധികം ട്രയാങ്കിൾസിൽ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഔട്ടർ പോയിന്റ്സ്, ഓക്കെ, അത് ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ ഹൈ ആക്യുറസി ഓർ ഹൈ പ്രിസൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. ആൻഡ് ഇന്നർ ഉള്ളിലുള്ള ഈ പോയിന്റ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ കാണുന്ന 2 പോയിന്റ്സ്, ഇതൊക്കെയാണ് ഔട്ടർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഔട്ടറിൽ കിടക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ നല്ല ആക്യുറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ. ഇന്നർ പോയിന്റ്സ് നമ്മൾ എന്ത് അത്ര ആക്യുറസി കുറഞ്ഞാലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ആക്യുറസി ഇല്ലാതിരിക്കുക എന്നല്ല പറയുന്നത്, പുറത്തുള്ളത് നല്ല ആക്യുറസിയോടുകൂടി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാനാണ് പറയുന്നത് ദാൻ ഇന്നർ വണ്ണിനേക്കാൾ. കാരണം എറർ ഉണ്ട്, എറർ. അപ്പൊ ഈ ക്യുമുലേറ്റീവ് എറർ കൂടുന്നാണ് പറയണത്. എന്ത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ ചെയ്താൽ ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ക്യുമുലേറ്റീവ് എറർ കുറയും എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ 1 2 3 4 5 6 7 8 8 കൂടി സം ചെയ്യാല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലെ? 8 ഇതും കൂടി നമ്മൾ സം ചെയ്യുമ്പോഴാണ് നമുക്ക് 8 ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുന്നുണ്ടാവുക, അല്ലെ? 8 ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ ഏരിയ കിട്ടുന്നുണ്ടാവുക. അപ്പൊ 8 ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഔട്ടർ ബൗണ്ടറീസ് എല്ലാ ട്രയാങ്കിളിനും എവിടെയെങ്കിലും ഒരു ടേം ആയിട്ട് വരുന്നുണ്ട്. ഈ ട്രയാങ്കിളിന് ഔട്ടർ ബൗണ്ടറി ഇത് കണ്ടല്ലേ? അപ്പൊ എല്ലാ ട്രയാങ്കിളിനും എന്തായാലും ഒരു ഔട്ടർ ബൗണ്ടറി വരും. അപ്പൊ ഈ ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോൾ ക്യുമുലേറ്റീവ് എറർ കൂടും. മനസ്സിലായോ? ക്യുമുലേറ്റീവ് എറർ എന്ത് ചെയ്യും, കൂടും. ഇപ്പൊ അതല്ല, നമ്മൾ ഔട്ടർ ബൗണ്ടറീസ് നല്ല ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഔട്ടർ ബൗണ്ടറീസ്, ഈ ഒരു ഔട്ടർ ബൗണ്ടറി വരുന്നത് ഈ ഒരു ട്രയാങ്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോറി, സോറി. അപ്പൊ നമ്മൾ ഔട്ടർ ബൗണ്ടറീസ് നല്ല ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇന്നർ ബൗണ്ടറീസ് അത്ര ആക്യുറേറ്റ് ആയിട്ടൊന്നും കുഴപ്പമില്ല. കാരണം ഇന്നർ ബൗണ്ടറി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 1 2 ട്രയാങ്കിളിൽ മാത്രമേ എറർ വരാനുള്ള ചാൻസ് ഉള്ളൂ. ഈ 8 ട്രയാങ്കിളിൽ നമ്മൾ ഈ ഒരു ലൈനിൽ എറർ വന്നു, ആ ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ അതിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന 1 2 ട്രയാങ്കിളിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, എറർ വരുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ക്യുമുലേറ്റീവ് എറർ ഇപ്പൊ 2 ട്രയാങ്കിളിൽ മാത്രമേ അവിടെ എറർ സംഭവിക്കുള്ളൂ. മറ്റേതാണെങ്കിൽ എല്ലാ ട്രയാങ്കിളിനും എറർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ട്രയാങ്കിളിനും എറർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്യുമുലേറ്റീവ് എറർ അവിടെ കൂടും. ഓക്കെ, ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ കൂട്ടി 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 കൊണ്ടുപോകുന്ന എറർ. ദാറ്റ് ഇസ് ക്യുമുലേറ്റീവ് എറർ എന്ത് ചെയ്യും, അവിടെ ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഹൈ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഔട്ടർ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യണം. ഇന്നർ ബൗണ്ടറി അത്ര ആക്യുറേറ്റ് ആയിട്ടും കുഴപ്പമില്ല. അതാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് വർക്കിംഗ് ഫ്രം വോൾ ടു പാർട്ട്. ക്ലിയർ ആയോ? വർക്കിംഗ് ഫ്രം വോൾ ടു പാർട്ട്. കണ്ടോ? അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ദ വോൾ സർവേ is first enclosed by the main station. വോൾ സർവേയിങ്ങിന് നമ്മൾ ഫസ്റ്റ് മെയിൻ സ്റ്റേഷൻ വെച്ച് എൻക്ലോസ് ചെയ്യും. And the main surveying, then the area is then divided into number of division by forming well conditioned triangle. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉള്ളിലുള്ള ട്രയാങ്കിൾ നമ്മൾ റെഡിയാക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. കണ്ടോ, ഒരു ഔട്ടർ കറക്റ്റ് ABCD, അതാണ് ഔട്ടർ. അപ്പൊ നമ്മൾ നല്ല ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ അതാണ് എന്ത് പറയുന്നത്, കണ്ടോ, the main survey lines are measured very accurately with precise survey instrument. മെയിൻ സർവേ ലൈൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ ബൗണ്ടറീസ്. ഓക്കെ, നിങ്ങൾ മെയിൻ സർവേ ലൈൻസ് എന്ന് പറഞ്ഞത് മനസ്സിലാവില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഔട്ട് ബൗണ്ടറീസ് ഒക്കെ നമ്മൾ നല്ല ആക്യുറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ. The remaining sides of the triangles are okay, so it can control the accumulation of error. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എററിനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻ തന്നെ യൂസ് ചെയ്യാം. According to the first principle, the whole surveying area is first enclosed by the main station. ഓക്കെ, അതായത് മൊത്തം സർവേ ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ സ്റ്റേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, എൻക്ലോസ് ചെയ്യണം. ഓക്കെ, ദെൻ എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഏരിയാസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ.
ഏരിയാസ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. ചില ടീമുകളുണ്ട്, ചില ടീമുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് പോകും, ഉള്ളിൽ നിന്ന് ചെയ്ത് പുറത്തേക്ക് അങ്ങനെ അങ്ങനെ പുറത്തേക്ക് പോകും, അകത്തുനിന്ന് പുറത്തേക്ക് പോകും, ഇന്റീരിയറിൽ നിന്ന് വെളിയിലേക്ക് പോകും. അങ്ങനെ ചെയ്യുമ്പോൾ എറർ കൂടുമെന്ന് പറയണേ. സാധാരണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരാം, അല്ലെങ്കിൽ ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം വേണം ഇന്നർ ബൗണ്ടറീസ് ചെയ്യാൻ. ഓക്കെ, അതായത് ഇന്നർ ബൗണ്ടറീസ് ഫിക്സ് ചെയ്തിട്ടല്ല ഔട്ടർ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, അതായത് സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. അതായത് നമുക്ക് നോക്കാം, അത് നമുക്കൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ പ്ലെയിൻ സർവേയിങ് എടുക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള കാര്യമാണ് നോക്കുന്നത്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് ഏരിയ. നമുക്കൊരു പോയിന്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും അവർ പറഞ്ഞത് ബൈ മീൻസ് ഓഫ് 2 റെഫറൻസ് പോയിന്റ്, 2 റെഫറൻസ് പോയിന്റിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു പോയിന്റിന് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 2 റെഫറൻസ് പോയിന്റ് വേണം. Okay, we need 2 reference point. Okay, we need 2 reference point. നമ്മൾ ഒരു പോയിന്റ് ഗ്രൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ നമ്മുടെ ഒരു കിണർ ഫിക്സ് ചെയ്യണം, നമുക്ക് നമ്മുടെ പ്ലാനില്, നമ്മുടെ വീടിന്റെ പ്ലാനില് കിണർ കാണിക്കണം. അപ്പൊ കിണർ കാണിക്കുമ്പോൾ നമ്മൾ വെറുതെ ഫ്രണ്ടിൽ നിന്ന് 5 മീറ്റർ അകലെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫ്രണ്ടിൽ നിന്ന് 5 മീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും ആവാം. അതാണ് പറയുന്നത്, സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. 2 പോയിന്റ് റെഫർ ചെയ്തിട്ട് വേണം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാൻ. ഓക്കെ, ഫിക്സിങ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു 2 പോയിന്റ്സ്. അതായത് ഇപ്പൊ നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യണം. ഓക്കെ, സി എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പൊ നമുക്ക് ഒരുപാട് രീതിയിൽ ഫിക്സ് ചെയ്യാം. അപ്പൊ സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഫിക്സ് ഇറ്റ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കാണിക്കണം, ഗ്രൗണ്ടിൽ കാണിക്കണം. അപ്പൊ ബൈ മീൻസ് ഓഫ് 2 റെഫറൻസ് പോയിന്റ്. സോ ഫോർ ദാറ്റ് വി ഹാവ് 2 റെഫറൻസ് പോയിന്റ്, എന്താ, എ ആൻഡ് ബി. വി ഹാവ് 2 റെഫറൻസ് പോയിന്റ് എ ആൻഡ് ബി. സോ അതിൽ നിന്ന് എയിൽ നിന്ന് D1 എന്നുള്ള ഡിസ്റ്റൻസ്, ബിയിൽ നിന്ന് D2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇതൊരു പോയിന്റിൽ ഉണ്ടാവുള്ളൂ, വേറെ പോയിന്റ് ഉണ്ടാവോ? വേറെ പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടാവോ? ഇല്ല. ഓക്കെ, സോ എയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് അകലെ, ബിയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് അകലെ, D1 D2. സോ വി കൻ ഈസിലി, അല്ലെ, ഒരു കോമ്പസോ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ സി എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനെന്ത് വേണം, അതിനെ അവർ കാണിച്ചിരിക്കുന്നത് 2 ഡിസ്റ്റൻസ് അല്ലേ. ഒന്ന് എന്താ, എ എന്ന് പറയുന്ന 2 പോയിന്റ് വേണം. ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ. ആൻഡ് എത്രാമത്തെ ഏത് ഡിസ്റ്റൻസിലാണ്, ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റും വേണം, അല്ലെങ്കിൽ തിരിച്ച്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് എന്താ, ഓക്കെ, ഇപ്പൊ ഈ സെക്കൻഡ് ഫിഗർ നിങ്ങൾ നോക്കാം, സി നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് വേണം, വി നീഡ് 2 ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്, പക്ഷെ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ വേണ്ട. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഈ D1 എയിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും വേണം. ഓക്കെ, ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള 2 ഡയമെൻഷൻസ് എപ്പോഴും നമുക്ക് എന്ത് വേണം, ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണം. ഇനി മൂന്നാമത്തെ ഫിഗർ നിങ്ങൾ നോക്കുക, സി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ വി ഹാവ് 2 പോയിന്റ്. അപ്പൊ എ ബി എന്ന് പറയുന്ന ലൈൻ അവിടെ നിന്ന് 30 ഡിഗ്രിയിലോ 40 ഡിഗ്രിയിലോ ആണ് ഈ സാധനം കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ ഡിസ്റ്റൻസും വേണം, ഈ ആംഗിളും വേണം. ഈ ഡിസ്റ്റൻസും വേണം, ഈ ആംഗിളും വേണം. നെക്സ്റ്റ് അവർ കാണിക്കുന്നത് വെച്ചാൽ 2 ആംഗിൾ മാത്രം വെച്ചിട്ട് ഉണ്ടല്ലേ, എ ബി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, നമുക്ക് സി ഫിക്സ് ചെയ്യണമെങ്കിൽ 2 പോയിന്റ് ഉണ്ട്, നമുക്ക് ബിയിൽ നിന്നുള്ള ആംഗിൾ സിയിൽ നിന്നുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഫിക്സ് ദ പോയിന്റ് സി. വി ഹാവ് എ ബി എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ട്, നമുക്ക് സി ഫിക്സ് ചെയ്യണമെങ്കിൽ. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ എ സിയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഈ ആംഗിൾ.
സോ ലൈക്ക് വൈസ് വി ക്യാൻ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ. So that is about the surveying. Okay, that is about the surveying. ഇത്രേ ഉള്ളൂ നമുക്ക് സർവേയിങ്ങിനെ കുറിച്ച് നോക്കാനുള്ളത്. Okay, what are the principle of surveying? Working from wall to part. Okay, the main principle of surveying is to working from wall to part. Okay, what is meant by working from wall to part? Outer boundaries. Okay, first fix the outer boundaries. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മെയിൻ സർവേ ലൈൻസ് നമ്മൾ ഫിക്സ് ചെയ്യാം. ദെൻ വി നീഡ് ടു ഫിക്സ് ദ ഇന്നർ ബൗണ്ടറി അല്ലെങ്കിൽ ഇന്നർ ലൈൻ. ഓക്കെ, അല്ലെങ്കിൽ ഔട്ടർ ബൗണ്ടറീസ് നമ്മൾ ഹൈ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാൻ ഇന്നർ വൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സോ അങ്ങനെ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ബെനിഫിറ്റ് അങ്ങനെ ചെയ്താൽ എന്താ, we can reduce the cumulative error. We can reduce the cumulative error. And what is the second principle? Second principle എന്താ പറയുന്നത്, നമുക്കൊരു പോയിന്റ് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ we need two reference point. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ we need ഡെഫിനിഷൻ അറിഞ്ഞാൽ മതി നിങ്ങൾ, അല്ലാതെ വരച്ചൊന്നും വെക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, നമുക്കൊരു പോയിന്റ് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ we need two reference point. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ട് പോയിന്റ് വേണ്ടേ? നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എർത്തിലൊരു പോയിന്റ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാപ്പിലോ എവിടെയെങ്കിലും ഒരു പോയിന്റ് പറയണമെങ്കിൽ നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റ പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഒറ്റ ഇതിൽ നിന്ന് ഇത്ര ഇതിൽ പറയാൻ പറ്റില്ല. നമുക്ക് എന്താണ്, രണ്ട് മെഷർമെന്റ് വേണം. ഓക്കെ, വി നീഡ് ടു റെഫറൻസ് പോയിന്റ്, അറ്റ്ലീസ്റ്റ് വി നീഡ് ടു റെഫറൻസ് പോയിന്റ്. അപ്പൊ നമുക്ക് ടു മെഷർമെന്റ് ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ ഒരു ആംഗിൾ ഡിസ്റ്റൻസും, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസും, അല്ലെങ്കിൽ രണ്ട് ഡിസ്റ്റൻസും ആയിരിക്കും സാധാരണ ഉണ്ടാവുക. Okay, so that is about the surveying. So what is the surveying definition എന്തായിരുന്നു, important ഉണ്ട്, surveying definition important ആണ്, അതിന്റെ ഒബ്ജക്റ്റീവ് important ആണ്, പ്രിൻസിപ്പിൾ important ആണ്. What is the definition of surveying? Surveying definition എന്താ, surveying is an art of determining the relative position of point in that surface or beneath the surface by means of ഏതൊക്കെ മെഷർമെന്റ്, ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ്, ആംഗിൾ ആൻഡ് ഹൈറ്റ്. ഓക്കെ, ലെങ്ത്, ആംഗിൾ ആൻഡ് ഹൈറ്റ്. ഓക്കെ, ഇനി ലീനിയർ മെഷർമെന്റ്, ആംഗുലർ മെഷർമെന്റ്, എലിവേഷൻ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബൈ മീൻസ് ഓഫ് ലെങ്ത്, ആംഗിൾ ആൻഡ് ഹൈറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സർവേ? എന്താണ് സർവേയിന്റെ ഒബ്ജക്റ്റീവ്? ടു പ്രിപ്പയർ മാപ്പ് ഓർ പ്ലാൻ, ഓക്കെ, ഇൻ എ suitable scale. In a suitable scale. അതാണ് ഒബ്ജക്റ്റീവ് ഓഫ് സർവേ. ഒരൊറ്റ ഒബ്ജക്റ്റീവ് ഉള്ളൂ സർവേയിങ്. ആൻഡ് നമുക്ക് എന്ത് പറയാൻ പറ്റണം, അതിനെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പോയിന്റ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് എന്താ, നമ്മൾ ഈ പ്ലാനും മാപ്പും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബൗണ്ടറീസ്, സെഡസ്റ്റിയൽ എന്ന് പറയും, അതൊന്നും വേണ്ട, ലാൻഡ് ഏരിയ ബൗണ്ടറീസ്, അതുപോലെ നമ്മുടെ പ്ലോട്ട് ബൗണ്ടറീസ്, അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ ബൗണ്ടറീസ്, സ്റ്റേറ്റ് ബൗണ്ടറീസ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം. അതുപോലെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ അതിൽ കാണിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ കാണിക്കണം. അതുപോലെ അതിന്റെ പറ്റാണെങ്കിൽ അതിന്റെ ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കാൻ നോക്കണം. അതുപോലെ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ലൈക്ക് റോഡ്, റെയിൽവേ, ഡാം, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. So this is the objective of survey, and last one is the principle of survey. Principle of survey എന്തായിരുന്നു, the working from wall to part. And second principle is fix a point with respect to 2 points. Fixing a point with respect to 2 points. So that are the principle of survey. So clear ആയോ? What is surveying? Clear ആണോ? Surveying എന്താണെന്ന് clear ആയോ? പറയൂ, ചാറ്റ് ബോക്സിൽ പറയൂ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും പറഞ്ഞോ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. ഓക്കെ, സോ ഈ 3 ക്വസ്റ്റ്യനും എത്ര നോക്കിയാൽ മതി. വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് സർവേ, ഒബ്ജക്റ്റീവ് ഓഫ് സർവേ, ആൻഡ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് സർവേ. മാക്സിമം ഒരു പേജ്, അര പേജോളം ഉണ്ടാവുള്ളൂ ഇത് 3 കൂടി നമ്മൾ എഴുതാൻ. അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഇത്ര ഇങ്ങനെ ചോദിക്കുള്ളൂ, 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സർവേ. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഐ ക്യാമ്പസ് അല്ലാതെ ആരൊക്കെയാണ് വന്നേക്കുന്നത്?
ചാറ്റ് ബോക്സിൽ പറഞ്ഞോ. ഐ ക്യാമ്പസ് അല്ലാതെ ആരൊക്കെയാ വന്നേക്കുന്നത്? ആരുമില്ല. ആ, ഫവാസ് മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫവാസ് മാത്രം ഐ ക്യാമ്പസ് നല്ലതാണ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ അറ്റൻഡൻസ് ഇട്ടോളാം. വിഷ്ണു കെ ഉണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫവാസിന് വിഷ്ണുവിന്റെ അറ്റൻഡൻസ് ഇട്ടോളാം കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് ലീവ് ചെയ്യാം, പൊക്കോളൂ. നമ്മൾ ഇന്നത്തെ ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു.